കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നുന്ന നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേരൊന്നും ഉണ്ടാക്കാത്ത ഒരു ഐറ്റം തന്നെയായിരിക്കും ഇത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്നും നോക്കാം. നല്ല രുചിയുള്ള ഒരു സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ചൗവരിയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ചൗവരി വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ചൗവരി 2 ടൈപ്പിലുള്ളത് വാങ്ങിക്കാൻ കിട്ടും. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ചൗവരിയും അതുപോലെ ഇതുപോലെ നല്ല വെള്ള കളറിലുള്ള കുറച്ച് മുത്ത് പോലെയുള്ള കുറച്ച് വലുപ്പത്തിലുള്ള ഒരു ചൗവരി വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് നമുക്ക് ഇതാണ് കേട്ടോ വേണ്ടത്. ആ ഒരു വെള്ള മുത്ത് പോലെയുള്ള ചൗവരിയാണ് വേണ്ടത്. അപ്പോൾ അത് ഞാൻ 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ. ഇനി ഇത് കുതിരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് 1 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചൗവരി മുങ്ങിക്കിടക്കാൻ പാകത്തിലുള്ള വെള്ളം വേണം കേട്ടോ. കാരണം ഈ ഒരു മുത്ത് പോലെയുള്ള ചൗവരി പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് മുതൽ 1/4 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ 1/4 കപ്പിലേക്ക്. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരും. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ ചൗവരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ കംപ്ലീറ്റ് അബ്സോർബ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ചൗവരി. ഇനി നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അരിഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ആവരുത്. അപ്പോൾ ഇതൊന്ന് ഒന്നങ്ങ് അരച്ചെടുക്കാം കേട്ടോ. ഒരുപാട് ഫൈൻ പേസ്റ്റ് പോലെ ആവണ്ട, ജസ്റ്റ് ഒന്നങ്ങ് അരച്ചെടുത്തിട്ട് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 1/4 കപ്പ് പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിലാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മളിത് ഷേപ്പാക്കി എടുക്കണം കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഷേപ്പാക്കി എടുക്കുന്നത് മുന്നേ ആയിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യൊന്ന് ആക്കി കൊടുത്താൽ മതി. 2 കയ്യിലും കുറച്ച് നെയ്യൊന്ന് പുരട്ടിയെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. ഏറ്റവും ചെറിയ ബോൾസ് ആക്കി എടുത്താൽ മതി. ഒരുപാട് വലുപ്പത്തിലുള്ളതാക്കി എടുക്കേണ്ട. ഏറ്റവും ചെറുതാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ ഒരു സോസ് പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് പാലൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു റെഡിയാക്കി എടുത്തിട്ടുള്ള ബോൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇടയ്ക്ക് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. കാരണം പാലാണ് തിളച്ച് അങ്ങ് പൊങ്ങി പോവും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെക്കണം. നന്നായിട്ട് തന്നെ വെന്ത് വരണം കേട്ടോ. അപ്പോൾ വെന്ത് വരുന്ന സമയത്ത് ഈ ഒരു ബോൾസ് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ പാലിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. പാലിൻ്റെ മുകളിലേക്കൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ മധുരത്തിന് ആയിട്ട് മുഴുവനായിട്ടും കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നും കൂടെ അങ്ങ് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് തിക്കായിട്ട് വരും. കുറച്ചൊന്നങ്ങ് തിക്കായിട്ട് വരും കേട്ടോ ഒന്ന് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇഷ്ടമുള്ള നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബദാം ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രസമലായൊക്കെ കഴിക്കുന്നത് പോലെയാണ് കേട്ടോ ഇത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബോൾസും അതുപോലെ ആ ഒരു ഗ്രേവിയും ഒക്കെ നല്ല അടിപൊളിയായി ടേസ്റ്റ് തന്നെയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്